ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മോഡൽ പരീക്ഷ കഴിഞ്ഞു, മെയിൻ എക്സാമിലേക്ക് പോകാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പറ്റുന്നൊരു വലിയ അബദ്ധത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും കേൾക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം. മോഡൽ പരീക്ഷയിൽ അത് SSC ആയിക്കോട്ടെ, +1 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റുകൾ ബുദ്ധിമുട്ടായിട്ടുണ്ടാകും. ഉദാഹരണത്തിന് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കെമിസ്ട്രി ടഫായിരുന്നു. ചോദ്യങ്ങൾ വന്ന രീതി ഉൾപ്പെടെ കുട്ടികളെ നല്ല രീതിയിൽ പേടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമോ ഇപ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ മോഡൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ കെമിസ്ട്രിയുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി പരക്കം പായുകയാണ്, അല്ലെങ്കിൽ കെമിസ്ട്രിക്ക് കൂടുതൽ സമയം എടുത്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കെമിസ്ട്രിയാണ് ഇപ്പോൾ ഡിമാൻഡ്. കാരണം മോഡൽ പരീക്ഷ ടഫായിരുന്നു. നല്ലതാണ്, മോഡൽ പരീക്ഷയിൽ ടഫായ ഒരു സബ്ജക്റ്റ് നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. മോഡൽ പരീക്ഷയിൽ കെമിസ്ട്രി ബുദ്ധിമുട്ടാണ് എന്ന് കരുതി മെയിൻ എക്സാമിൽ അത് അതേപോലെ തന്നെ ബുദ്ധിമുട്ടാണെന്നില്ല. അതേപോലെ തന്നെ ചിലപ്പോൾ അത് ഈസി ആവാം. അതേപോലെ തന്നെ മോഡൽ എക്സാമിൽ ഈസിയായ ഒരു സബ്ജക്റ്റ് മെയിൻ എക്സാമിൽ ഈസിയാകും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മോഡൽ എക്സാമിൽ ഈസിയായ സബ്ജക്റ്റ് മെയിൻ എക്സാമിൽ എത്തുമ്പോൾ ഇപ്പോൾ കെമിസ്ട്രി വന്ന പോലെ തന്നെ ടഫായേക്കാം. അതുകൂടി മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? കെമിസ്ട്രിക്ക് ചോദ്യപേപ്പർ വന്നൊരു രീതി മനസ്സിലായല്ലോ. അതാണല്ലോ നിങ്ങളിപ്പോൾ ടെൻഷനിലാക്കിയത്. ഇതേ രീതിയിൽ ഏത് സബ്ജക്റ്റിൻ്റെയും ചോദ്യപേപ്പർ വരും എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഏത് സബ്ജക്റ്റിൻ്റെ ചോദ്യപേപ്പർ വേണമെങ്കിൽ നിങ്ങൾ ഏറ്റവും എളുപ്പമെന്ന് കരുതുന്ന സബ്ജക്റ്റുകളുടെ ചോദ്യപേപ്പറുകൾ പോലും ഇപ്പോൾ കെമിസ്ട്രി ചോദിച്ച രീതിയിൽ ഡീപ്പായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ ചോദിച്ചേക്കാം എന്ന അപകടത്തെ നിങ്ങൾ തിരിച്ചറിയുക, അല്ലെങ്കിൽ ആ ധാരണ ഉണ്ടാവുക. സോ കെമിസ്ട്രി ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ഏത് ടൈപ്പ് ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലേക്കൊരു ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അതേ രീതിയിൽ വേണം നിങ്ങൾ എല്ലാ സബ്ജക്റ്റും പഠിക്കാൻ. ആ രീതിയിൽ വേണം ഈ കാര്യത്തെ എടുക്കാൻ. കെമിസ്ട്രിയിൽ എങ്ങനെ ഏതൊക്കെ രീതിയിൽ ചോദ്യം വന്നോ അതേ രീതിയിൽ ഫിസിക്സിലോ ബയോളജിയിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഏത് സബ്ജക്റ്റിലും മാത്തമാറ്റിക്സിലോ ഏത് സബ്ജക്റ്റിലും വരാമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് എങ്ങനെ ചോദ്യം വന്നാലും ഏത് സബ്ജക്റ്റിൽ ഏത് രീതിയിൽ ചോദ്യം വന്നാലും എഴുതാൻ പറ്റുന്ന നിലവാരത്തിലേക്ക് നിങ്ങൾ പഠിച്ചിട്ട് ഉയരുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു സബ്ജക്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റ് സബ്ജക്റ്റുകളെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുക. എല്ലാ സബ്ജക്റ്റുകൾക്കും നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് എങ്ങനെ ചോദ്യങ്ങൾ വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ തയ്യാറെടുക്കുക. അല്ലെങ്കിൽ അബദ്ധം പറ്റും മക്കളെ. അങ്ങനത്തെ അബദ്ധം മുൻ വർഷങ്ങളിൽ ഒരുപാട് കുട്ടികൾക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടത് പറയുന്നത്. ഓക്കെ, താങ്ക് യു.